ഹായ് ഹലോ ദിസ് ഇസ് മീ മുഹമ്മദ് ഫൈസ്. ഞാൻ വളരെ 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 നല്ലൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് വീണ്ടും രണ്ടാമത് ഈ ചാനലിൽ ക്ലാസ് ഇടാൻ പോകുന്നത്. ദാറ്റ് ടു വിത്ത് ബോണസ് ഷെയർസ് ആസ് വെൽ ആസ് റൈറ്റ് ഷെയർസ്. സോ ഈ ക്ലാസ് എങ്ങനെയാണ് പോവാന്നുള്ള ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, ആസ് ഓഫ് നോ യു നോ ഇതെന്തല്ല ഒരു റെഗുലർ ക്ലാസ് അല്ല. സോ ആ ഒരു ടൈപ്പ് ഓഫ് ക്ലാസ് നിങ്ങൾ എന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ദിസ് ഇസ് എ കോൺസെപ്റ്റുവൽ ക്ലാസ്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് പറഞ്ഞു തരും. ആൻഡ് അതേപോലെ തന്നെ എന്താ പറയാ, നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായതിനു ശേഷം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഇപ്പൊ ഞാൻ ഈ സൈഡിൽ നിന്ന് ഫുള്ള് കോൺസെപ്റ്റ് പറഞ്ഞുതരും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഇലസ്ട്രേഷൻ 1, ഇലസ്ട്രേഷൻ 2 ആ സൈഡ് ബൈ സൈഡ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നും കൂടെ കാണിച്ചു തരും. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ വൺസ് ഇത് ചെയ്തതിന് ശേഷം, ഈ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലായതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ക്ലാസ് കാണുന്നതിന് മുന്നേ ഞാൻ പറയാണ്, ഈ ക്ലാസ് ആർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് ആവുക. സപ്പോസ് ആദ്യമായിട്ട് കാണുന്ന ഒരു കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സപ്പോസ് നമ്മൾ പറയാ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ലൈക്ക് ബോണസ് ഷെയർസ്, റൈറ്റ് ഷെയർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് ഒക്കെ അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എല്ലാത്ത ചാപ്റ്റേഴ്സ് വലിയ വലിയ ചാപ്റ്റേഴ്സ് ആകുമ്പോൾ ലൈക്ക് പാർട്ണർഷിപ്സ്, പിന്നെ എന്താ പറയാ, അതേപോലത്തെ വലിയ വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ പക്ക റെഗുലർ ആയിട്ട് തന്നെ പോകണം. ആദ്യമായിട്ട് കാണുന്ന ആള്, ഓക്കെ, ആദ്യമായിട്ട് ആ കോൺസെപ്റ്റ് ഒക്കെ കേൾക്കുന്ന ആള്. സോ ദിസ് ഈസ് സ്പെസിഫിക്കലി ഫോർ നമ്മൾ ആർക്കാ ഫോക്കസ് ചെയ്യുന്നത്, ജാനുവരി അറ്റംപ്റ്റിൽ നമുക്ക് ഈ സെപ്റ്റംബർ അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റാത്ത കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഫോക്കസ് ചെയ്യണത്. ഓക്കെ അല്ലേ? സോ എന്തിനാ ഞാനിത് ആദ്യം പറഞ്ഞത്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട് എന്റെ സൈഡിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആണ്. ആം ഐ റൈറ്റ്? ഓക്കെ, സോ അവർക്ക് അവരുടെ കോൺസെപ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എങ്ങനെ ഇത് നല്ലൊരു ഔട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും അവർക്ക്, ഓക്കെ, ആ ഒരു സാധനമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ അതിനനുസരിച്ച് നിങ്ങളും റെഡി ആയിട്ട് നിൽക്കുക ഓരോ വട്ടവും. ഓക്കെ, സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, കഴിഞ്ഞതാണ്. സോ അത് ആലോചിച്ചിരിക്കുകയും വേണ്ട. ഇനി എന്ത് ചെയ്യാൻ പറ്റും അത് നല്ല രീതിക്ക് പ്ലാൻ ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. ഓക്കെ അല്ലേ? സോ നൗ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദി ചാപ്റ്റർ ബോണസ് ഷെയർസ് കമ്മിങ് അണ്ടർ ദി കമ്പനി അക്കൗണ്ട്സ്. ഓക്കെ, സോ ബോണസ് ഷെയർ എന്താണ് ഈ ബോണസ് ഷെയർ? സാർ ഈ കോൺസെപ്റ്റ് കുറെ കേട്ടിട്ടുണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ബോണസ് ഷെയർസ്. വെരി സിമ്പിൾ, വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താണ് ഇവിടെ തന്നെ ഞാൻ സിമ്പിൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഇത് എന്റെ മെറ്റീരിയൽ ആയിട്ട് വെച്ചേക്കുന്നതാണ്, നിങ്ങൾക്ക് ഇതായിട്ട് തന്നെ പോവാം. അപ്പം ഞാൻ ഹൈലൈറ്റ് ചെയ്ത കുറച്ച് വാക്കുകളുണ്ട്. ബോണസ് ഷെയർ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ബോണസ് ഷെയർസ് ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എന്ന് വെച്ചാൽ ബോണസ് ഷെയർസ് ഓൾറെഡി കൊടുക്കുന്ന എന്ത് രീതിയിലാണ്? ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആർക്കായിരിക്കും കൊടുക്കുന്നത്? ഒരു കമ്പനി അവരുടെ ആർക്ക് കൊടുക്കും? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് എന്ത്? ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അത് എന്ത് ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ്, ആർക്കൊക്കെ കൊടുക്കും, എങ്ങനെ കൊടുക്കും എന്നതിനെ പറ്റി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, സോ ബോണസ് ഷെയർസ് എന്ന് പറയുന്നത് അഡീഷണൽ ഷെയർസ് ആണ് ഇഷ്യൂ ടു ആർക്കാണ്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അതും വല്ല പൈസ വാങ്ങും? നോ, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതും എന്ത് പ്രൊപ്പോർഷനിലായിരിക്കും? അവരുടെ കറന്റ് ഹോൾഡിംഗ് പ്രൊപ്പോർഷനിലായിരിക്കും. സപ്പോസ് ABC എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ ഒരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ആണ് ആര്? മുഹമ്മദ് ഫായിസ് എന്ന് പറയുന്ന ഞാൻ. എനിക്ക് ആ കമ്പനിയുടെ 1000 ഷെയർസ് നിലവിലുണ്ട്. ഓക്കെ, ഐ എം ആൻ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് 1000 ഷെയർസ്. ഓക്കെ അല്ലേ? സോ അവര് ബോണസ് ഷെയർസ് എനിക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും ഇഷ്യൂ ചെയ്യുക? എന്റെ കറന്റ്ലി എത്ര ഷെയർസ് ഉണ്ട്, എന്റെ കയ്യിൽ എത്ര ഷെയർസ് ഉണ്ട്? 1000 ഷെയർസ് ഉണ്ട്. അതിനെ പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുക? ഈ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. സോ ഈ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ പറഞ്ഞു ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സോ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കമ്പനി ഒരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് ഷെയർ കൊടുക്കുമ്പോൾ കമ്പനിക്ക് പൈസ കിട്ടൂല. കാരണം എന്താ? അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ദെൻ എങ്ങനെയാണ് അവർ ആ ജേണൽ അഡ്ജസ്റ്റ് ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിപ്പം പൊതുവെ ഷെയർ ക്യാപിറ്റൽ കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നും പറഞ്ഞ് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും അല്ലെ? ബട്ട് അതിന്റെ മുകളിൽ ഇൻസ്റ്റന്റ് നമ്മളിപ്പോ കമ്പനി അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ ഇടുന്ന എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ, അങ്ങനെ ഡയറക്റ്റ് പറയാണ്. ലൈക്ക് നമുക്ക് ബാങ്കിൽ പൈസ കിട്ടാം. ഞാൻ
നെറ്റ് എൻട്രി ആണ് പറയുന്നത്. ഓക്കെ, നെറ്റ് എൻട്രി ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട ബാങ്ക് ടു ഷെയർ ക്യാപിറ്റലല്ലോ ഞാൻ ഇങ്ങനെ ആദ്യം ആപ്ലിക്കേഷൻ ആദ്യം എന്താ ബാങ്ക് ടു അലോട്ട്മെന്റ് അലോട്ട്മെന്റ് കാര്യങ്ങൾ അങ്ങനെ കുറെ നെറ്റ് എൻട്രി. ഓക്കെ, സോ ഷെയർ ക്യാപിറ്റലിന് നമുക്ക് എന്തില്ല, ബാങ്കിന്റെ എൻട്രി ഇല്ല. സോ ആ ബാങ്ക് എൻട്രി ഇല്ലാത്തപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും എന്നതിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത നോക്കാം. എ കമ്പനി മേ ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ഷെയർസ്. എന്ത് ഷെയർസ് ആണ്? ബോണസ് ഷെയർസ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഔട്ട് ഓഫ് എന്തൊക്കെയാ പറയുന്നത്? ഫ്രീ റിസർവ് ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്, അതേപോലെ തന്നെ CRR ഉണ്ട്. CRR എന്താ? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, വിച്ച് ഈസ് only can be utilized for issue of എന്ത്? ബോണസ് ഷെയർസ്. ഓക്കെ അല്ലേ? എന്തിനു മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? ബോണസ് ഷെയർസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഈ ഫ്രീ റിസർവ്സിന്റെ എക്സാമ്പിൾ എന്താ? യൂഷ്വലി എല്ലാ കുട്ടികളും കൊണ്ടേ തെറ്റെന്താ? ചിലപ്പോ നമുക്ക് എന്താ പറയാ, സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് ഉണ്ടാവാം. ഓക്കെ, ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് റിസർവ്സ് ഉണ്ടാവും, അങ്ങനെ കുറെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് ഉണ്ടാവും. സോ ഈ റിസർവ്സ് ഒന്നും ഒരിക്കലും എന്തല്ല, ഫ്രീ റിസർവ്സ് അല്ല. സോ ഫ്രീ റിസർവ്, എനിക്കറിയാം നിങ്ങൾക്ക് കുറെ പേർക്ക് ഫ്രീ റിസർവ് എന്താന്ന് അറിയാന്നുള്ളത്. ബട്ട് സ്റ്റിൽ ദർ ആർ സം പീപ്പിൾ, അവർക്ക് എന്തറിഞ്ഞൂടാ, ഫ്രീ റിസർവ് എന്താന്ന് അറിഞ്ഞൂടാ. സോ എല്ലാവരും എനിക്ക് ഒരേപോലെയാണ്. ഓക്കെ, സോ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പറഞ്ഞു വരണം, അത് നിങ്ങൾക്ക് നല്ല രീതിക്ക് കോൺസെപ്റ്റ് മനസ്സിലാവണം. അതാണ് എന്റെ ഇന്റൻഷൻ. ഓക്കെ, സോ ഫ്രീ റിസർവിൽ എന്തൊക്കെ വരും? ഫ്രീ റിസർവിൽ നമുക്ക് ജനറൽ റിസർവ് വരും, പിന്നെ സർപ്ലസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാവുന്നു. ഇനി ഈ ബോണസ് ഷെയർസിനെ പറ്റി ഞാനൊരു ഇത് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ദർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഓൾസോ. ഓക്കെ, ഈ സെയിം സാധനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. എന്താ പറയുന്നത്? ബോണസ് ഷെയർസ് ആർ ഷെയർസ് ഇഷ്യൂഡ് അറ്റ് നോ കോസ്റ്റ്. എന്താ പറയുന്നത്? ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പം ഒരു കമ്പനിക്ക് വാങ്ങുന്ന ആൾക്ക് ഒരു കോസ്റ്റും ഇല്ല, അന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഒരു പൈസയും കിട്ടുന്നില്ല. നോ കോസ്റ്റ് ടു കറന്റ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ എ കമ്പനി. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്? അവരുടെ കയ്യിലുള്ള ഷെയർസിന് ബേസ് ചെയ്തിട്ട്. എനിക്ക് 1000 ഷെയർസ് ആണ് ഉണ്ടായത്. സോ എന്റെ 1000 ഷെയർസിന് പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുക? ഷെയർസ് ഇഷ്യൂ ചെയ്യുക. അപ്പം ബേസ്ഡ് അപ്പോൺ നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓൾറെഡി ഓൺസ്. ഞാൻ എത്ര ഓൺ ചെയ്തിരിക്കുന്നത്? 1000 ആണ്. ഞാൻ നാളെ 1000 എണ്ണം കൂടെ വാങ്ങും. സോ എന്റെ കയ്യിൽ 2000 ഉണ്ടാവും. സോ കമ്പനി ഇപ്പൊ ABC ലിമിറ്റഡിനോട് ഞാൻ പറയാണ്, നിങ്ങൾ നാളെ ഞാൻ 1000 കൂടി വാങ്ങും. അപ്പൊ എനിക്കിപ്പം 1000 ഓൾറെഡി ഉണ്ട്, നാളെ 1000 വാങ്ങും. സോ അപ്പൊ എനിക്ക് 2000 എണ്ണം ഉണ്ട്. സോ 2000ത്തിന് പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് തന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും നോ, ഒരിക്കലും തരാൻ പറ്റൂല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഓൺ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് ഞാൻ ഇഷ്യൂ ചെയ്യുമെന്നാണ് അവർ പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? ഒന്നുമില്ല, അവരെത്രയാണോ ഓൺ ചെയ്തത് അതിനനുസരിച്ച്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇനി എക്സാമ്പിളിൽ പറയാണ്, ആദ്യത്തെ എക്സാമ്പിൾ ആണ്. അവർ പറയാണ് എ കമ്പനി അനൗൺസസ് എ ബോണസ് ഇഷ്യൂ ഇൻ ദ റേഷ്യോ ഓഫ് 2:3. ഇപ്പൊ 2:3 എന്ന് പറയുന്ന റേഷ്യോയില് കമ്പനി എന്ത് ചെയ്യാണ്? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാന്നും പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യാണ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് വി ഹാവ് എ ഷെയർ ഹോൾഡർ കോൾഡ് എക്സ് ഹു ഓൾസ് 6000 ഷെയർസ്. ഓക്കെ, ഹു ഓൾസ് 6000 ഷെയർസ്. അപ്പം ബോണസ് എൻടൈറ്റിൽമെന്റ് എത്രയായിരിക്കും? ഓൾറെഡി എക്സിന്റെ കയ്യിൽ എത്ര ഷെയർസ് ഉള്ളത്? 1 മിനിറ്റ്. ഓൾറെഡി എക്സിന്റെ കയ്യിൽ എത്ര ഷെയർസ് ഉള്ളത്? ഓൾറെഡി എക്സിന്റെ കയ്യിൽ 6000 ഷെയർസ് ഉണ്ട്. 6000 ഷെയർസ് ഉണ്ട്. അത് എത്ര രീതി കൊടുക്കണം എന്നാ പറയുന്നത്? 2:3 എന്ന് വെച്ചാൽ 2 ഷെയർ വെച്ച് കൊടുക്കണം. എത്ര ഷെയറിന്? ഓരോ 3 ഷെയറിനും. എന്ന് വെച്ചാൽ 6000ത്തിൽ നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. ലൈക്ക് ഡിവൈഡഡ് ബൈ 3 ചെയ്യും. ഓക്കെ, ഇൻറ്റു 2 ചെയ്യണം. മനസ്സിലായോ? എങ്ങനെയാ? 6000ത്തിനെ നമ്മൾ 3 ഷെയറിന്റെ ഓരോരോ ഗ്രൂപ്പായിട്ട് ഇതാക്കും. സോ 6000 ഷെയർസ് ഞാൻ 3 എണ്ണത്തിന്റെ ഒരു യൂണിറ്റ് ആയിട്ട് മാറ്റുമ്പോൾ അവിടെ എത്ര എണ്ണം ഉണ്ടാവും? 6000 ഡിവൈഡഡ് ബൈ 3 2000 ഇൻറ്റു 2 അന്ന് തന്നെ 2000 യൂണിറ്റ് ആയി. ഇപ്പൊ മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരുതാ. സപ്പോസ് എത്ര ഉണ്ടായത്? 6000 ഷെയർസ് ആണ് ഉണ്ടായത്. ഡിവൈഡഡ് ബൈ ഓരോ 3 ഷെയർസിനുമാണ് എത്ര വെച്ച് കൊടുക്കേണ്ടത്? 2 വെച്ച് കൊടുക്കേണ്ടത്. സോ ടോട്ടൽ
4,000 ഷെയർസ് കൊടുക്കണം. 4,000 ബോണസ് ഷെയർസ് കൊടുക്കണം. ഓക്കെ അല്ലേ? സിമ്പിളാ. ഇവിടെ ഞാൻ കാൽക്കുലേഷൻ എഴുതിയിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ ഷെയർ ആഫ്റ്റർ ബോണസ് എന്ന് പറയുന്നത് 10,000. അതെങ്ങനെയാ? ഇപ്പം കൊടുത്ത 4,000 ബോണസ് പ്ലസ് 6,000 എന്താണ്? 6,000 ഓൾറെഡി പുള്ളിയുടെ കയ്യിലുണ്ടായത്. സോ 4 + 6 അത്രയായി? 10,000 ആയി. സോ എങ്ങനെയായിരിക്കും നമ്മൾ ഇനി ജേണൽ പാസ് ചെയ്യാം? നമുക്ക് ബാങ്ക് ഇല്ല, ക്യാഷ് ഇല്ല. സോ വി ഹാവ് ടു പാസ് ഇനി ജേണൽ പാസ് ചെയ്യണം. ഓക്കെ, എന്തായാലും ഷെയർ ക്യാപിറ്റൽ വരും. കാരണം നമ്മുടെ ഷെയർ ക്യാപിറ്റൽ കൂടണം, വേണ്ടേ? വേണം. സോ എങ്ങനെയായിരിക്കും ആ എഫക്റ്റ് വരാന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സപ്പോസ് നമുക്ക് എന്തുണ്ട്? നമുക്ക് സപ്പോസ് ഭാരത് ലിമിറ്റഡ് ഹാസ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ആയിട്ട് അവരുടെ കയ്യിൽ 55,000 ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് 30,000 ഉണ്ട്, GR ആയിട്ട് 15,000 ഉണ്ട്. സോ അവർക്ക് എത്ര ഷെയർസ് കൊടുക്കണം എന്ന് നോക്കാം. ഡിസൈഡഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർ വർത്ത് 1 lakh, 1 for every 4 ഷെയർ. ബോണസ് ഷെയർസ് 1,00,000 രൂപയുടെ ബോണസ് ഷെയർസാണ് കൊടുക്കുന്നത്. അത് എങ്ങനെയാ കൊടുക്കുന്നത്? 1 for every 4 ഷെയർസ്. ഓക്കെ ആണോ? അപ്പൊ 1 for every 4 ഷെയർസ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു കേസിൽ നമുക്ക് എത്ര ഇക്വിറ്റി ഷെയർസാ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഫേസ് വാല്യൂ തന്നിട്ടില്ല. സോ അത് ഇറെലവന്റ് ആണ്. സോ അൾട്ടിമേറ്റ്ലി എങ്ങനെയാണ് ജേണൽ എൻട്രി പാസ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഷെയർസ് യൂസ് ചെയ്യാം? നമുക്ക് ഫ്രീ റിസർവ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യാം, അതുമല്ല എന്ന് വെച്ചാൽ CRR യൂസ് ചെയ്യാം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് യൂസ് ചെയ്യാം. സോ ഈ കേസിൽ നമ്മൾക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഓൾറെഡി CRR ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്. സോ ഇത് മൂന്നും ഞാൻ യൂസ് ചെയ്തു ടു ദ എക്സ്റ്റെന്റ് ഓഫ് 1 lakh. കാരണം എന്താ? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടത് അപ് ടു 1 lakh ആണ്. സോ ഫസ്റ്റ് നമ്മൾ ഇടാൻ പോകുന്ന എൻട്രി എന്ന് പറയുന്നത് ബോണസ് ടു ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു ലയബിലിറ്റി ഉണ്ടാക്കും. ഓക്കെ, നമ്മളൊരു പേയ്മെന്റ് ഒരു ഷെയർ ഹോൾഡേഴ്സിന്, നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ബോണസ് കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞുള്ള ലയബിലിറ്റി ഉണ്ടാകും. ഇതൊക്കെ റിസർവ് എല്ലാം ഞാൻ കൊണ്ടുവന്ന് ഡെബിറ്റ് ചെയ്തു. എല്ലാ റിസർവിനും ക്രെഡിറ്റ് ബാലൻസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. സോ അത് ഡെബിറ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ബാങ്ക് നമ്മൾ അത് ഉണ്ടാക്കാണ്, ഡെബിറ്റ് ചെയ്യാണ്. ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു എൻട്രിയും ഇട്ടു 1 lakh. ഓക്കെ അല്ലേ? ഇതിന് ഞാൻ പറ്റി കൂടുതൽ പറയുന്നില്ല, സിമ്പിൾ ആണ്. ആൻഡ് ഇത് ഫസ്റ്റ് ഫേസ് ആണ്. ആൻഡ് രണ്ടാമത്തെ ഫേസ് ഇവിടെ എന്താ? നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ആക്കി വെച്ചിട്ടുള്ള ബോണസ് ടു ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന ലയബിലിറ്റി വിൽ ബി അറ്റസ്റ്റഡ് ടു എന്ത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. കാരണം എന്താ? അൾട്ടിമേറ്റ്ലി നമ്മളൊരു ഷെയർ കൊടുക്കുമ്പോൾ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ കൂട്ടി കാണിക്കണം. സോ ആ ഷെയർ ക്യാപിറ്റൽ കൂട്ടി കാണിക്കണം എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഷെയർ ക്യാപിറ്റൽ ഹാസ് ടു ബി ക്രെഡിറ്റഡ്. ആം ഐ റൈറ്റ്? ദാറ്റ് വിൽ ബി അഡ്ജസ്റ്റഡ് വിത്ത് എന്ത്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ അല്ലേ? ഒരു പ്രശ്നമില്ല, സിമ്പിൾ ആണ്. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത് എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് വിത്ത് എന്ത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? ഓക്കെ. So some key provisions as mentioned in your textbook also, which is not relevant for exam mostly. കാരണം അവർ മാക്സിമം ചോദിക്കാൻ പോകുന്ന എന്തായിരിക്കും? ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള 5-6 മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ മനസ്സിലാക്കുക, നമ്മൾ ഒരു ചാൻസ് കൊടുക്കരുത് ഇത് വരൂല എന്നും പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ കീ പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013 ആസ് പെർ സെക്ഷൻ 63 പറയാന്ന് ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ഫ്രം, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തിൽ നിന്നല്ല? ഫ്രീ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം ആൻഡ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ആൻഡ് കനോട്ട് ബി ഇഷ്യൂഡ് ഫ്രം റീവാലുവേഷൻ റിസർവ്. നമ്മുടെ അസറ്റ് റീവാല്യൂ ചെയ്യുമ്പോൾ അപ്പേർഡ് റീവാലുവേഷൻ കാരണം എനിക്കൊരു എന്തുണ്ടായി? ഒരു റീവാലുവേഷൻ റിസർവ് ഉണ്ടായി. ആ ഒരു റീവാലുവേഷൻ റിസർവ് വെച്ചിട്ട് എനിക്ക് എന്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് ബോണസ് ഇഷ്യൂ ചെയ്തൂടെ? ഒരിക്കലും പറ്റൂല. ഇറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ആസ് പെർ സെക്ഷൻ 63 ഓഫ് കമ്പനീസ് ആക്ട് എത്ര? 2013. ഓക്കെ അല്ലേ? മാത്രല്ല അത് മാത്രം പോരാ, മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ AOA ആൻഡ് അപ്രൂവ്ഡ് ഇൻ ജനറൽ മീറ്റിംഗ്. നിങ്ങൾ ഈ ജനറൽ മീറ്റിംഗിനെ പറ്റിയും AOA പറ്റിയൊക്കെ നിങ്ങൾക്ക് ഇപ്പം നിലവിൽ ഫൗണ്ടേഷനിൽ എന്തില്ല? കമ്പനീസ് ആക്ടില് ഓവറായിട്ട് ഇതിനെപ്പറ്റി പറയുന്നില്ല. ജനറൽ മീറ്റിംഗ്, EGM, AGM അതൊക്കെ നിങ്ങൾ ഇന്റർവ്യൂ പഠിക്കും. ബട്ട് സ്റ്റിൽ ഇതെല്ലാം ഒന്ന് ഓർത്ത് വെക്കാം. ബിക്കോസ് നമുക്ക്
ഈ എക്സാമിന് വരാൻ പോകുന്ന 20 മാർക്കിന്റെ തിയറി വരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവൻ ദോ എന്തൊക്കെ ആയിക്കോട്ടെ, അത് ട്രൂ ഓർ ഫോൾസ് ആയിക്കോട്ടെ, തിയറീസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇറ്റ് ഹാസ് ടു ബി സെയിം കൺസിഡറേഷൻ ആസ് വി പ്രൊവൈഡഡ് ഫോർ, അല്ലെങ്കിൽ നമ്മൾ എന്തിനു കൊടുക്കുന്ന പോലെ, പ്രാക്ടിക്കൽസിന് കൊടുക്കുന്ന പോലെ തിയറിക്കും കൊടുത്തിരിക്കണം. ദാറ്റ് ഈസ് മാൻഡറ്ററി ഫോർ മീ. കാരണം എല്ലാവരും കൊണ്ടുപോയി കളയുന്ന ഏറ്റവും വലിയ നല്ല മാർക്കാണത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത കേസ്, പാർട്ട്ലി പെയ്ഡ് ഷെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 10 രൂപയുടെ ഇക്വിറ്റി ഷെയർ, ഫേസ് വാല്യൂ ഉള്ള ഇക്വിറ്റി ഷെയർ ആണ് ഉള്ളത്. ഓക്കെ, ഔട്ട് ഓഫ് 10 ഫേസ് വാല്യൂ ഞാൻ പേ ചെയ്തിട്ടുള്ളത് വെറും 8 രൂപയാണ്. എന്ന് പറഞ്ഞാൽ 2, the final call 2 rupee is yet to be paid. സോ ഒരിക്കലും എനിക്ക് എന്ത് പറയില്ല, ദാറ്റ് ഷെയർ ഇസ്, ഞാൻ ഓൺ ചെയ്ത ഷെയർ ഒരിക്കലും ഒരു ഫുള്ളി പെയ്ഡ് ഷെയർ അല്ല. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് എനിക്ക് 1000 ഷെയർ ഉണ്ട്. ബട്ട് 1000 ഷെയറിൽ ഞാൻ ഒന്നിനും പോലും എന്താക്കിയിട്ടില്ല, ഫുള്ളി പെയ്ഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. എല്ലാം പാർട്ട്ലി പെയ്ഡ് ആണ്. സോ ആ ഒരു കേസിൽ എനിക്ക് ഷെയർസ് കിട്ടുമോ, ബോണസ് ഷെയർ കിട്ടുമോ? എക്സാക്ട്ലി നമുക്ക് നോക്കാം. പാർട്ട്ലി പെയ്ഡ് ഷെയർസ് മസ്റ്റ് ബി മെയ്ഡ് ഫുള്ളി paid before issuing bonus shares. ഇപ്പൊ എന്ത് മനസ്സിലായി? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ ആ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ഓൺ ചെയ്തിരിക്കുന്ന ഷെയർസ് എന്തായിരിക്കണം? ഒരു ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിരിക്കണം. ഓക്കെ അല്ലേ? ആൻഡ് അതേപോലെ തന്നെ കമ്പനി വൺസ് അനൗൺസ് ചെയ്താൽ ബോണസ് ഇഷ്യൂ കനോട്ട് ബി വിഡ്രോൺ. ഒരിക്കലും ഞാൻ ഇപ്പൊ കമ്പനി പറയാണ്, ABC ലിമിറ്റഡ് പറയാണ്, ഞങ്ങളുടെ കമ്പനി നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർസ് ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് നാളെ വന്ന് പറയാണ് ഭയങ്കര കടം, ദാരിദ്ര്യത്തിലാണ്, ലാഭമൊന്നുമില്ലേ, ഫൈനാൻഷ്യൽസ് നോക്ക്, P&L നോക്ക്, അത് നോക്ക്, ഇത് നോക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാളെ വന്നിട്ട് അതുകൊണ്ട് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും കമ്പനിക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ അല്ലേ? ഇനി ഈ ബോണസ് ഷെയർസ് കാരണം ഉണ്ടാവുന്ന എഫക്ട്സ് എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഈ നമ്മളൊരു സാധനം പഠിക്കും, എന്തോ ആയിക്കോട്ടെ, അത് അക്കൗണ്ട്സിലായിക്കോട്ടെ, ലോയിലായിക്കോട്ടെ, എന്ത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ ട്രൈ ചെയ്യുക, ഈ ഒരു സാധനം ഉണ്ടാവുന്നതിലൂടെ എന്തൊക്കെ സ്ഥലത്താണ് കൊണ്ടുപോയിട്ട് ഇമ്പാക്ട് ഉണ്ടാവുന്നത്, എവിടേക്കാണ് ഈ സാധനങ്ങൾ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ബോണസ് ഷെയർ കൊടുക്കുമ്പം, ആസ് എ കമ്പനി ബോണസ് ഷെയർ കൊടുക്കുമ്പം ഈ കമ്പനിയിൽ നിന്നുണ്ടാവുന്ന എഫക്ട്സ് എന്തൊക്കെയായിരിക്കും? ഒന്ന്, മെയിൻ തിങ്, നമ്മൾ ഷെയർ ആണ് കൊടുക്കുന്നത്, ഓട്ടോമാറ്റിക്കലി ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ആവും. 2, നമ്മൾ റിസർവിലൂടെയാണ് കൊടുക്കുന്നത്, സോ ഓട്ടോമാറ്റിക്കലി റിസർവ് കുറയും. ആദ്യത്തെ 2 പോയിന്റും നമ്മൾ പറഞ്ഞു. ആൻഡ് മൂന്നാമത്തതാണ് ഏർണിംഗ് പെർ ഷെയർ ഡിക്രീസ് ആവും. കാരണം എന്താ ഏർണിംഗ് പെർ ഷെയർ എങ്ങനെ ഡിക്രീസ് ആവുക? സിൻസ് പ്രോഫിറ്റ് ആർ സ്പ്രെഡ്സ് ഓവർ മോർ ഷെയർസ്. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സപ്പോസ് 1 lakh പ്രോഫിറ്റ് ഉണ്ടായി. സോ ബിഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, ഞാൻ ABC ലിമിറ്റഡ് ബോണസ് ഷെയർ കൊടുക്കുന്നതിന് മുന്നേ മൊത്തം 6000 ഷെയർസ് ഉണ്ടായത്. സോ EPS എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അങ്ങനെ ഏർണിംഗ് പെർ ഷെയർ എത്രയാണ് കാണണം. ഓക്കെ, അതാണ് EPS എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി. സോ 1 lakh ഡിവൈഡ് ബൈ 6000 ആ ഒരു റേറ്റിന് പോകും. ഇനി സപ്പോസ് സിമ്പിൾ കാൽക്കുലേഷൻ ഒക്കെ ഈസി ആക്കാനും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനും, ഓക്കെ, എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരാനും വേണ്ടി ഞാൻ അത് 6000 എന്താക്കാണ്, ഒരു 1000 ഒക്കെ ആക്കി എടുക്കാം. ഓക്കെ, സോ അത് എത്രയാവും? ഇപ്പൊ ഏർണിംഗ് പെർ ഷെയർ അറൌണ്ട് 100 ആയി. 1 lakhൽ നിന്ന് 1000 ഷെയർസിന് ഇതാക്കുമ്പോൾ 100 ആയി. ഇനി അതേ സംഭവം 1 lakh പ്രോഫിറ്റിൽ നിന്ന് സപ്പോസ് 1000 എന്നുള്ളത് ബോണസ് ഷെയറും കൂടെ ഇഷ്യൂ ചെയ്തതിന് ശേഷം സപ്പോസ് അത് 2000 ആവുകയാണെങ്കിൽ, 2000 നമ്പർ ഓഫ് ഷെയർസ് ആവുകയാണെങ്കിൽ, 2000 നമ്പർ ഓഫ് ഷെയർസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എത്രയാവും? ഓക്കെ, ഈ സെയിം 100 കിട്ടൂല, നമുക്ക് എത്ര കിട്ടുള്ളൂ? 50 കിട്ടുള്ളൂ. സോ ഇതാണ് എക്സാമ്പിൾ. ഓക്കെ, EPS ഉണ്ടാവുന്ന എഫക്ട് ഇതാണ്. പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റ് പെർസെപ്ഷൻ ഇംപ്രൂവ് സീൻ ആസ് പോസിറ്റീവ് സിഗ്നൽ ആണ്. സോ പുറത്ത് നോക്കുമ്പോൾ ഈ കമ്പനി ബോണസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അവർ ടോപ്പാട്ടോ, സംഭവമാട്ടോ, ആ ഒരു സാധനം അവർക്ക് കൊണ്ടുവരും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഷെയർ പ്രൈസ് അഡ്ജസ്റ്റ് ഡൗൺവേർഡ്. അത് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ബട്ട് സ്റ്റിൽ
ഓർത്ത് വെക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം എഫക്ട് ഓഫ് ബോണസ് ഷെയർസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അതും കൂടെ എഴുതി വെക്കാം. ഷെയർ പ്രൈസ് അഡ്ജസ്റ്റ് ആവും ഡൗൺവേർഡ്സ്. ഓക്കെ, സോ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിന്റെയും മറ്റേ ജേർണൽ എൻട്രീസ്. ഓക്കെ, മെയിൻ ആയിട്ട് വരുന്ന ജേർണൽ എൻട്രീസ്. സോ ജേർണൽ എൻട്രീസ് പഠിക്കാണ്. ഇനി അപ്പോൺ സാങ്ഷൻ ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. അയ്യോ, അപ്പോൺ സാങ്ഷൻ ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസിൽ നമ്മൾ പറഞ്ഞു ഒന്നല്ലെങ്കിൽ ഫ്രീ റിസർവ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. ഓക്കെ അല്ലേ? അത് ദാ ഈ സാധനങ്ങൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം അല്ലെങ്കിൽ ഫ്രീ റിസർവ് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. വൺസ് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് എൻട്രി നമ്മൾ എന്തായിരിക്കും? ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. ആൻഡ് രണ്ടാമത്തെ എൻട്രി എന്തായിരിക്കും? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ എന്ന് വേണേൽ പറയാം. അപ്പം ആദ്യം സാങ്ഷൻ വരുമ്പം നമ്മൾ കാണിക്കും നമ്മൾ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്, സോ ഒരു ലയബിലിറ്റി വന്നിട്ടുണ്ട്. എന്താണ്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ബോണസ് കൊടുക്കാനുണ്ട് എന്നുള്ള ഒരു ലയബിലിറ്റി കാണിക്കും. രണ്ടാമത് നമ്മൾ അത് ഇഷ്യൂ ചെയ്യാണ്, നമ്മൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഉണ്ടായ ലയബിലിറ്റി കളയും. എന്നിട്ട് എന്ത് ചെയ്യും? ക്യാപിറ്റല് കൂട്ടും ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഈസി പീസി. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. സിമ്പിൾ ഹംബിൾ ട്ടാ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വരുന്നുണ്ട്. പിന്നെ upon the sanction of bonus by converting partly paid shares into fully paid shares. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ പറഞ്ഞു എന്ത്? പാർട്ട്ലി പെയ്ഡ് ഷെയർസ് വൺസ് ഫുള്ളി പെയ്ഡ് ആയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? സോ ആ ഒരു കേസിലാവുമ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം സാങ്ഷൻ എൻട്രി ഇടുമ്പോൾ എന്താ പറയാ? ഇതാ ജനറൽ റിസർവിൽ നിന്ന് എടുക്കണേ, ഫ്രീ റിസർവിൽ നിന്ന് എടുക്കണം. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഇനി ഫൈനൽ കോൾ വരുമ്പം എങ്ങനെ എൻട്രി വരും? ഫൈനൽ കോള് സപ്പോസ് 10 രൂപയിൽ 8 രൂപ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ, 2 രൂപ ഫൈനൽ കോൾ ആണ്. സോ വൺ സാങ്ഷൻ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞാൻ കൊണ്ടുപോയി എൻട്രി അങ്ങ് പാസ് ചെയ്തിടും. എന്തും പറഞ്ഞിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ബോണസ് കൊടുക്കാനുണ്ട്. ഓക്കെ അല്ലേ? അത് കൊടുക്കാം. ഇനി ഷെയറിന്റെ ഫൈനൽ കോൾ വിളിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡ്യൂ എൻട്രി ഇടൂലേ? എന്നിട്ടല്ലേ പേയ്മെന്റ് റിസീവ് ചെയ്യാ. ഒരു മിനിറ്റ്, സോറി, എക്സ്ക്യൂസ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഡ്യൂ എൻട്രി ഇടും, എന്നിട്ടാണ് നമ്മൾ പേയ്മെന്റ് റിസീവ് ചെയ്യാറ് ഷെയർസിന്റെ കേസിൽ അല്ലെ? കമ്പനി അക്കൗണ്ട്സിൽ ഷെയർസിന്റെ കേസിൽ അങ്ങനെ നമ്മൾ ചെയ്യാറ്. സോ ആദ്യത്തെ ഡ്യൂ എൻട്രി ഇവിടെ പാസ് ചെയ്തു. ഒന്നും പറഞ്ഞ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ആൻഡ് ലാസ്റ്റ് നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇതില്ലേ, നേരത്തെ നമ്മൾ എന്ത് ഉണ്ടാക്കി വെച്ചായിരുന്നു? നമ്മൾ സാങ്ഷൻ ചെയ്ത സമയത്ത് തന്നെ ഒരു ലയബിലിറ്റി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. ഓക്കെ, എന്നിട്ട് ആദ്യം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ചെയ്തത് ഇവിടെ നമ്മൾ സാങ്ഷൻ ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ഡ്യൂ എൻട്രി ഇട്ടു. ഇവിടെ നമ്മൾ പൊതുവെ ബാങ്കിന്റെ റിസീപ്റ്റ് ആണ്, പക്ഷെ ഇവിടെ ബാങ്ക് അല്ലാത്ത കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ബോണസ്, ഇവിടെ ഉണ്ടാക്കി വെച്ച ബോണസ് നേരെ താഴത്തേക്ക് കൊണ്ടുവരും. ഈ ബോണസ് നേരെ ഇവിടെ. ഓക്കെ, എന്നിട്ട് ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. പൊതുവെ ഇവിടെ എന്താ വരാറ്? നമ്മുടെ സാധാ അക്കൗണ്ട്സിൽ, സാധാ കമ്പനി അക്കൗണ്ട്സിൽ നമ്മൾ പൊതുവെ എന്താ ചെയ്താറ്? ബാങ്ക് ചെയ്തും ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ കാണിക്കാറ് സാധാ അക്കൗണ്ട്സിൽ. സോ സാധാ അക്കൗണ്ട്സ് മീൻസ് കമ്പനി അക്കൗണ്ട്സിൽ. ബട്ട് ബോണസ് ഷെയറിന്റെ കേസിൽ നമ്മൾ ബോണസ് ഷെയർ അക്കൗണ്ട് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് ഇതാകും. സോ ഇത്രയുള്ള കോൺസെപ്റ്റ്. ആൻഡ് നെക്സ്റ്റ് ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട്, ഇലസ്ട്രേഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. സോ
നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം. കാരണം ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ഒപ്പം വാച്ച് ചെയ്യുക. നിങ്ങളുടെ ഓരോ ടൈമും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാൻ ഇത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ എഫേർട്ട് ഇട്ടിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ഒന്നിനുമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസെപ്റ്റ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജാനുവരി എക്സാമിൽ എന്തായാലും അത് ക്ലിയർ ആയിട്ട് പോകണം. ഓക്കെ, സോ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആർട്ടിക്കിൾഷിപ്പ് നടക്കുന്നുണ്ട്, വർക്ക് ഉണ്ട്, അതുണ്ട്. പിന്നെ മറ്റുള്ള ക്ലാസ്സസ് ഒക്കെ ഞാൻ നിർത്തി, ഓഫ്ലൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം വെറും ഓൺലൈൻ മാത്രം. അതും എൻ്റെ കുട്ടികൾക്ക് ലൈക്ക് CA മാഷിന്റെ അണ്ടറുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം. ഓക്കെ, സോ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇനി ക്വസ്റ്റ്യൻസ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ലൈക്ക് ഇലസ്ട്രേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണതും പിന്നെ അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടുതരാം. അത് അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം കോൺസെപ്റ്റ് ഒരു വീഡിയോ, ഇലസ്ട്രേഷൻസ് ഒരു വീഡിയോ, പിന്നെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ വെച്ചിട്ട്. സോ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും സെർച്ച് ചെയ്യാനും കാര്യങ്ങൾ എടുത്ത് ചെയ്യാനും വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് ഓൾ. പഠിക്കുക, പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇന്ന് ഈ ചാപ്റ്റർ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ജാനുവരി നമുക്ക് ക്ലിയർ ആവണം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.